എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ബാർ കയറിയിട്ട് ഗുണ്ടാഭിലാഷിനെ നേരിടുവാണ് വിക്രം. കാരണം വിക്രം മര്യാദയ്ക്ക് അവനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ, പക്ഷെ അവൻ സത്യം ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല. അവസാനം വിക്രം അവനെ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് അവന്റെ ദേഹത്തേക്ക് മദ്യം എടുത്ത് ഒഴിക്കുകയാണ്. നീ സത്യം പറഞ്ഞില്ല, നിന്നെ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞോണ്ട് ഈ സമയം അഭിലാഷ് പറഞ്ഞു, അതെ ഞാനാ നിന്റെ അച്ഛനും അമ്മനെ ഉപദ്രവിക്കാനായിട്ട് പുറകെ വന്നേന്ന് പറയണേ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട്. ഇത് കേട്ട് വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കൊന്നിനി ജീവിച്ചിരിക്കാനുള്ള യോഗ്യത ഇല്ലടാന്ന് പറഞ്ഞോണ്ട് ആ ലൈറ്റർ അങ്ങോട്ട് കത്തിക്കുകയാണ്. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുത്, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, ഇനി ഞാൻ അവരുടെ പുറകെയൊന്നും വരില്ല, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാന്ന് പറയാം. നിന്നെ എങ്ങനെ വിശ്വസിക്കണം? ഒന്നും രണ്ടും തവണയല്ല, നിനക്ക് പല തവണ നിനക്ക് വാണിംഗ് ചെന്നിട്ടുണ്ട്. എന്നെ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കുകയോ പൊറുക്കുകയും ചെയ്യും. പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരെ, എൻ്റെ അച്ഛനും അമ്മേനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മേലാല് അവരുടെ നിഴലിൻ്റെ അടുത്ത് പോലും നീ ചെന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കൂടാന്ന് പറയണം. ഗുണ്ടാഭിലാഷ് പേടിച്ചു വിറച്ചുപോയി. പിന്നീട് അവനിട്ട് രണ്ടെണ്ണോട് ഇട്ട് പൊടിക്കുകയാണ്. ശ്രീനിവാസ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രത്തിനോട്, നീ ആയിട്ടൊന്നും ചെയ്യാൻ പോവരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, കാരണം ഇനി ഇലക്ഷനാണ് വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്നെ മത്സരിക്കാൻ നിർത്താനുള്ള, അതുകൊണ്ട് നീ ഒന്നിനും ചെന്ന് ഇടപെടുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീനിവാസ് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു. പിന്നീട് പറഞ്ഞു, ഇനി മേലാല് ആ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കല്ലെന്നൊക്കെ പറയണം. അങ്ങനെ വിക്രം അങ്ങോട്ട് പോവാണ്. ഈ സമയം പതുക്കെ അഭിലാഷ് എഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ ബാക്കി കൂട്ടാളികളുടെയൊക്കെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭിലാഷിന് ആകെപ്പാടെ നാണക്കേട്. കാരണം എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുമല്ലേ, ഇതിൽ പല ഒരു നാണക്കേടില്ലായിരുന്നു. വിക്രം നല്ല തലയെടുപ്പോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയം വേദ വിക്രത്തിനെ കാത്തിരിക്കുകയാണ്. സന്ധ്യയായിട്ടും വന്നിട്ടില്ല. കമല വന്നിട്ട് പറഞ്ഞു, മോളെ നീ പോയി കിടക്കുന്നുണ്ടെ കിടന്നോ, അവനെ കാത്തിരിക്കേണ്ടെന്ന് പറയണേ. ഇല്ലമ്മേ, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണേ. വിക്രം വന്നിട്ടോ ഞാൻ കിടക്കുന്നുള്ളെന്ന് പറയാം. അവന്റെ കാര്യം അറിയത്തില്ലാഞ്ഞിട്ടാ, അവനങ്ങനെ നേരവും കാലവും ഒന്നുമില്ല, ചിലപ്പോൾ പാതിരാത്രിയും വരാനായിട്ട്. മോൾ എന്തിനാ വെറുതെ ഉറക്കളിച്ചിരിക്കുന്നേ ചോദിക്കാം. പിന്നെ അമ്മയാണ് ഉറക്കളിച്ചിരിക്കേണ്ട ആള്, അമ്മ പോയി കിടന്നോളാൻ പറയാണ്. എനിക്ക് കിടന്ന ഉറക്കം വരുമെന്ന് തോന്നില്ല മോളെ എന്ന് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് വേദയുടെ അടുത്ത് ഇന്നപ്പത്തിനും വേദയ്ക്ക് സങ്കടം വന്നു. കാരണം കമല എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് വേദയ്ക്കറിയാം. പിന്നീട് ചോദിച്ചു, അല്ല ഇന്ന് കേക്ക് കട്ട് ചെയ്യാത്തതിൽ മോൾക്ക് വിഷമമുണ്ടോന്ന് ചോദിക്കാം. ഇല്ലമ്മേ, എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടാ വിഷമം, അമ്മ ഒത്തിരി ആഗ്രഹിച്ച് മേടിക്കാൻ പറഞ്ഞല്ലേ, അച്ഛനത് കട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പം. സാരമില്ല മോളെ, എൻ്റെ മനസ്സിന് നല്ല വിഷമമുണ്ടായിരുന്നു. മാഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാഷിൻ്റെ ആ അവസ്ഥയാണ് മാഷിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കുറെ കാലമായിട്ട് ഞങ്ങൾ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ എവിടെയും കൂടെ നിർത്തുവാണ്. പക്ഷെ വേദയ്ക്ക് കൂടുതൽ ചോദിക്കണമെന്നുണ്ട്. തന്നെ കൂടുതൽ ചോദിച്ചാലും അമ്മ കൂടുതലൊന്നും പറയില്ല എന്ന് വേദയ്ക്ക് മനസ്സിലായി. കാരണം അമ്മ എന്തോ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അത് തുറന്നു പറഞ്ഞാൽ മാത്രമേ തനിക്ക് വിക്രത്തിനെ രക്ഷിക്കാനാണെങ്കിൽ പോലും രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ആ സമയം പത്മയും ശങ്കരനാരായണനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മയ്ക്കാണെങ്കിൽ വേദനെ കാണാഞ്ഞിട്ട് നല്ല വിഷമമുണ്ട്. കാരണം കുറെ നാളായി അവളെ കണ്ടിട്ട് പോലും ഇങ്ങോട്ട് വരുന്ന പോലും ഇല്ല. പിന്നീട് ശങ്കരനാരായണൻ തൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, അവളുടെ സ്വഭാവം അറിയാലോ, അവൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ബലമായിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് ആ വിക്രം എന്ന് പറയുന്നത്. പക്ഷെ അവളൊരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ശുഭമുഹൂർത്തത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഒരു കാരണവശാലും അവൾ ആ താലി പൊട്ടിച്ച് കളയില്ലെന്ന്. അതോടൊപ്പം തന്നെ അവളിവിടെ നിൽക്കാനായിട്ട് വന്ന സമയത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടും പത്മ ചോദിച്ചു, അതെന്താ ശങ്കരേട്ടാ, അവളിവിടുന്ന് പോകാനായിട്ട് എന്താ കാരണം? രണ്ടാമത് അവളോട് നിൽക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവളെ വീട് വിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അതിനൊരു കാരണം കാണില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശങ്കരനാരായണൻ പറഞ്ഞു, കാരണം ഉണ്ടോന്ന് ചോദിച്ചാൽ കാരണം ഉണ്ടെന്ന് പറയണേ. എന്താ ശങ്കരേട്ടാ കാരണം എന്ന് ചോദിക്കണം. പിന്നീട് താനും ശ്രീകാന്തും തമ്മിൽ നടത്തിയ ഗൂഢാലോചനകളെ കുറിച്ചൊക്കെ പറയണം. വിക്രത്തിനെതിരെ നടത്തിയ ഗൂഢാലോചനകൾ അവനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടാണ് അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴൊരു ഞെട്ടലാണ് പത്മയിലുണ്ടായത്. എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല, അതുകൊണ്ടല്ലേ അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടാണ് തോന്നിയത്. ഒന്നുമല്ലേലും നമ്മുടെ മോളല്ലേ, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്നല്ലേ കരുതിയിരുന്നേ. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ശ്രീകാന്തിനെ കൂട്ടുപിടിച്ച് അവനെ കൊടുക്കാണ്ട് ശ്രമിക്കുകയോ ചെയ്തേ. പക്ഷേങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അത് വലുതായിരുന്നു. കാരണം അതുകൊണ്ട് മാത്രമാണ് അവൾ ഇറങ്ങിപ്പോയത്. അവളുടെ കഴുത്തിൽ താലി കെട്ടി ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നൊക്കെ പറയണം. ഇത് കേട്ടോ ഞാൻ പത്മത്തിന് സങ്കടം വന്നു. വേദമോള് പാവാണ്, അവൾ എവിടെ ചെന്നാലും അവൾ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കുള്ളൂ. അവൾക്ക് അവിടെ സന്തോഷമാണോ സങ്കടമാണോ എന്ന് പോലും അറിയത്തില്ല ശങ്കരേട്ട. അല്ലെങ്കിലും അവളൊന്നും തുറന്നു പറയില്ലല്ലോ.
പക്ഷെ അവളുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇതുവരെയായിട്ട് അവളെ ആരും അവരെ അംഗീകരിച്ചായിട്ട് പോലും തോന്നില്ല. പക്ഷെ അവൾ ഇതുവരെയായിട്ട് നമ്മളോട് പരാതിയോ പരിഭവോ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശങ്കരനാരായണൻ പറഞ്ഞു, അല്ല മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ, അവൾക്ക് യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ ആയിരുന്നില്ലോ എന്ന് പറയണം. അങ്ങനെ അവരവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുവാണ്. ഈ സമയം വിക്രം വീട്ടിലേക്ക് വരുവാണ്. അപ്പം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വിക്രത്തിന് ഒരു പേടിയുണ്ട്, ഇനി അപ്പം അമ്മ ഉറങ്ങാതിരിക്കുക, അമ്മ അല്ലെങ്കിലും താൻ ചെല്ലുന്ന കാത്തിരിക്കുമെന്നറിയാം. പക്ഷേ എങ്കിൽ ഇന്നിപ്പം ആ ഗുണ്ടാഭിലാഷിനെ പഞ്ഞിക്കിട്ടാ വരുന്നേ, അപ്പം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുമെന്ന് അറിയാം. തൽക്കാലത്തേന് അമ്മയോടൊന്നും പറയണ്ട അങ്ങനെ കരുതി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ബൈക്ക് നിർത്തി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും വേദ അവിടെ സ്റ്റെയർ കേസിൽ ഇരിക്കുന്ന കണ്ടു. വേദനെ കണ്ടതും വിക്രം ചോദിച്ചല്ല, നിനക്ക് എന്താ വേദാളവേ, രാത്രി ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞ, എങ്ങനെ ഉറങ്ങാനാ, നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇരിക്കണമല്ലോ എന്ന് പറയാം. ഓ, പൂമുഖവാതക്കല് സ്നേഹം എടുത്തുന്ന പൂന്തങ്ങളാവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതിനൊക്കെ വേറെ പെണ്ണുങ്ങളെ നോക്കണം, എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയാ. പിന്നെ എന്തിനാ വേദാളവേ നീ ഇവിടെ ഇരുന്നേന്ന് വിക്രം ചോദിക്കുക. അത് പിന്നെ നിങ്ങളെ കാത്തിരുന്നാന്ന് തന്നെ കൂട്ടിക്കോളാൻ പറയണം, എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഒക്കെ എടുത്തു തരണ്ടേ. ഓ, എനിക്ക് ഫുഡ് എടുത്തു തരാനായിട്ട് ഇരുന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം, വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ, എനിക്കറിയാം, എനിക്ക് തന്നെ എടുത്ത് കഴിക്കാനൊക്കെ അറിയാമെന്ന് പറയണം. പിന്നീട് വിക്രം നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേനും ചോറ് കറി ഇരിപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചോറ് ആദ്യം എടുത്തു. കറി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചമ്മന്തി മാത്രം മൂടി വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇവിടെ ചമ്മന്തി മാത്രം ഉള്ളോന്ന് ചോദിക്കുക. ഇത് കേട്ടതും വേദ പറഞ്ഞു, ചമ്മന്തി മാത്രമല്ല കടായി ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. എന്ത് പറയാനാ, വിക്രം വരാൻ താമസിച്ചുകൊണ്ട് ഞാനിതെടുത്തും കൂടെ കഴിച്ചെന്ന് പറയണം. വല്ലാത്ത ദേഷ്യം വന്നു വിക്രത്തിന്. നീ എന്താ മനുഷ്യന്മാരെ കളിയാക്കുവാണെന്ന് ചോദിക്കണം. മനുഷ്യന്മാരെ കളിയാക്കിയതല്ല, ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണം. ഇത് കമല കേട്ടു. കമലയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കമല കേട്ടു. കമല പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കമലയ്ക്ക് ചിരിയാണ് വന്നത്. കമലയ്ക്കറിയാം വേദം നന്നായിട്ട് അവനെ പ്രകോപിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് വിക്രത്തിനോട് വേണമെങ്കിൽ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറയണം. ഓംലേറ്റോ? ആർക്ക് വേണം നിന്റെ ഓംലേറ്റ്? എനിക്കങ്ങും വേണ്ടാന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, കഴിച്ചിട്ട് പോയി ആ കിടക്കാൻ നോക്കാ തൊഴുത്തും കൂട്ടിലെന്ന് പറയണം. തൊഴുത്തും കൂട്ടിലോ? അല്ല പിന്നെ നിങ്ങൾ കിടക്കുന്ന ആ മുറിക്ക് തൊഴുത്തും കൂടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അമ്മാതിരിയാണല്ലോ ആ മുറി കിടക്കുന്നത്. അതിനെ മുറിയാന്ന് ആരെങ്കിലും പറയുമെന്ന് ചോദിക്കുകയാണ്. ഇച്ചിരി വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും കൂട്ടാം. അത് ആ മുറിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ടെന്ന് പറയാം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ആലോചിച്ചു, പറയുന്നതിലും കാര്യമുണ്ട്, പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലോ. വിക്രം പറഞ്ഞു, അതെ തൊഴുത്തും കൂടാണ്, നീ അങ്ങോട്ട് കയറണ്ട, അല്ല ഇടയ്ക്ക് വലിഞ്ഞു കയറി വരുന്ന കാണാലോ. ഓ, അതെന്ത് ചെയ്യാനാ, ചില സമയത്ത് ചിലർക്കൊക്കെ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കാനായിട്ട് വരുന്ന, അതിപ്പോൾ എൻ്റെ തെറ്റാ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും കമല അവിടെ ഇരിക്കുന്നുണ്ട്. കമലയെ എടുത്ത് എന്നിട്ട്, അമ്മേ ഇതൊക്കെ വെറുതെ ഒരു സാമ്പിൾ വെടിക്കൂട്ടാ, അമ്മ ഇതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടതും കമല പറഞ്ഞു, എനിക്കറിയാം മോളെ, നീ എന്ത് ചെയ്താലും അത് അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എങ്ങനെയെങ്കിലും വിക്രത്തിനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു പക്ഷേങ്കിലും ഒരു കാലത്ത് എല്ലാവരും പറയും വിക്രം എത്ര നല്ലവനാന്ന്, അതിന് വേണ്ടിയിട്ടമ്മേ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലും വിക്രത്തിനെ നേരെയാക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കാരണം ഇവളെപ്പോൾ ഒരു മരുമോളല്ല ഈ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ സ്ഥിതി, അത് ചിന്തിക്കാൻ പോലും കമലയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു.